നമസ്കാരം. നിയമ സംവിധാനങ്ങളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഗുണ്ടകളെ വിട്ട് അടിച്ചമർത്താമെന്ന് വിചാരിച്ച CPM-ന്റെ ആ പഴയ വേലകൾക്ക് ഇതാ കോടതി മുറിയിൽ വെച്ച് തന്നെ ED കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിൽ ഇതാ ED നേരിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. കക്ഷി ചേരാനുള്ള EDയുടെ ഈ അടിയന്തര ആവശ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഈ കേസിൽ അതീവ നിർണായകമായ വിശദമായ വാദം കേൾക്കൽ നടക്കാൻ പോവുകയാണ്. ED ഈ കേസിൽ നേരിട്ട് കക്ഷി ചേരുന്നതോടെ കേസ് ഇനി നിയമപരമായി കൂടുതൽ ബലപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ സകല പഴുതുകൾ ഉപയോഗിച്ച് ED നേരിട്ട് വാദിക്കാൻ എത്തുന്നതോടെ ഈ അക്രമത്തിൽ പങ്കെടുത്ത ഒരൊറ്റ പ്രതികൾക്ക് പോലും ഇനി നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ വഴി രക്ഷപ്പെടാൻ ഒരു കാലത്തും കഴിയില്ല. ഈ കേസിൽ ED പെട്ടെന്ന് ഇങ്ങനെ കക്ഷി ചേരാൻ കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒത്തുകളിയാണ്. കഴിഞ്ഞ ദിവസം 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി പ്രോസിക്യൂട്ടർ അനുകൂല നിലപാടെടുത്ത് ജാമ്യം ഒപ്പിച്ചു കൊടുത്തിരുന്നു. ഇത് കണ്ടാണ് ED കൃത്യസമയത്ത് ഇടപെട്ടത്. മറ്റൊരു പ്രതിയായ ലെനിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ തങ്ങളുടെ ഭാഗം കൂടി നിർബന്ധമായും കേൾക്കണമെന്ന് ED കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ആ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ പ്രോസിക്യൂട്ടറുടെ ഈ കള്ളക്കളി ബോധ്യപ്പെട്ട പോലീസ് തന്നെ ഇപ്പോൾ ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജാമ്യത്തെ എതിർത്ത് തങ്ങൾ നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വന്ന് വാദിച്ചതെന്ന് പോലീസ് തന്നെ കോടതിയിൽ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഇനി നോക്കണം, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രോസിക്യൂട്ടർമാരെ ഉപയോഗിച്ച് കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ പച്ചയ്ക്ക് പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത്. അന്ന് പിണറായി വിജയന്റെ വീട് പടിക്കൽ വെച്ച് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ക്രൂരമായ ആക്രമണം നടക്കുമ്പോൾ അവിടെ ആക്രമണത്തിന് ആഹ്വാനം നൽകി CPM-ലെ പല മുതിർന്ന നേതാക്കളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന പോലീസ് അന്വേഷണത്തിൽ ഈ മുതിർന്ന നേതാക്കളെ ഒക്കെ പ്രതിപട്ടികയിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കി. വെറും സാധാരണക്കാരായ അണികളെ മാത്രമാണ് പ്രതികളാക്കി മാറ്റിയത്. നേതാക്കൾ സുരക്ഷിതരായി മാറി നിന്നു. എന്നാൽ ഇപ്പോൾ ED നേരിട്ട് കക്ഷി ചേരുന്നതോടെ അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് കൂടി ശക്തമായി നീളാൻ പോവുകയാണ്. അക്രമത്തിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സും ഗൂഢാലോചനയും ED നേരിട്ട് അരിച്ചുപെറുക്കും. സമരത്തിനെത്താൻ ആവശ്യപ്പെട്ടു വന്ന ഫോൺ കോളുകളിൽ അസ്വാഭാവികതയില്ലെന്നും ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും പറഞ്ഞ് പോലീസിൽ ഇനി കേസ് ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. കൂടുതൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതോടെ നേതാക്കളുടെ പങ്ക് വെളിച്ചതാകും. 20-ലേറെ പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ടെന്നും അതിലൊരു പ്രധാന വിദേശത്തേക്ക് കടന്നെന്നും പോലീസ് കോടതിയെ അറിയിച്ച സ്ഥിതിക്ക് EDയുടെ ഇടപെടൽ ഈ കേസിനെ വൻ കുരുക്കിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ അണിയറയിൽ ഇരുന്ന് ഗുണ്ടകളെ വിട്ട് അന്വേഷണ ഏജൻസികളെ ആക്രമിക്കാൻ ഉത്തരവ് നൽകിയ CPM മാഫിയ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണ് EDയുടെ ഈ ഒരു മാസ് എൻട്രിയിലൂടെ നിർണ്ണയിക്കാൻ പോകുന്നത്. സാധാരണ അണികളെ ജയിലിലാക്കി സുഖിക്കാൻ നോക്കിയ മുതിർന്ന CPM നേതാക്കൾ ഇനി EDയുടെ ചോദ്യം ചെയ്യലിൽ വിയർക്കും.